ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ US അല്ലെങ്കിൽ യൂറോപ്പിലുള്ള അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള ക്ലയൻസിനെ കൂടുതലായിട്ട് നമുക്ക് കിട്ടാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ പലരും ബിസിനസ് ചെയ്യുന്നത് വെസ്റ്റേൺ ക്ലയൻസിനെ ആശ്രയിച്ചാണല്ലോ. കാരണം അവരുടെ കയ്യിൽ സ്പെൻഡിങ് പവർ കൂടുതലാണ് ആൻഡ് അവരുടെ ബിസിനസ് കുറച്ചും കൂടി നമുക്ക് പ്രോഫിറ്റബിൾ ആണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവരുടെ ഇൻകമിങ് ലീഡ് കൂട്ടാൻ പറ്റുക? അതിന് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ട്രിക്ക് എന്ന് പറയുന്നത്, നമ്മുടെ സാധാരണ നിങ്ങളുടെ ഒരു വെബ്സൈറ്റ് ഉണ്ടാവും. ആ വെബ്സൈറ്റിലെ SEO ചെയ്തിട്ടാണ് നിങ്ങൾ ഇൻബൗണ്ട് ലീഡ്സ് എടുക്കുന്നത്. നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾ SEO ചെയ്തിട്ട് ആൾക്കാർ നിങ്ങളുടെ കോൺടാക്ട് ഫോമിലോട്ട് പോയിട്ട് അത് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ആ കോൺടാക്ട് ഫോമിനെ മാറ്റി അതിന് പകരം ഒരു കാലണ്ടർ ബുക്കിംഗ് സിസ്റ്റം വെക്കലാണ് ഈ പറയുന്ന ട്രിക്ക്. അതെന്താണെന്ന് വെച്ചാൽ, മുമ്പ് ആദ്യകാലങ്ങളിൽ ഈ കോൺടാക്ട് ഫോം വളരെ ഈസി ആയിരുന്നു. ഒരു വെബ്സൈറ്റിൽ പോണ്, കോൺടാക്ട് ഫോമിൽ പ്രസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ചാറ്റ് ബട്ടൺ ഉണ്ട്, അതിൽ പ്രസ് ചെയ്യുന്നു, അതിന് ആൾക്കാർ റിപ്ലൈ ചെയ്യുന്നു. അത് ഈസിയാണ് ആൾക്കാർക്ക്. പക്ഷേ അതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ വെസ്റ്റിലെ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ മാറി. അവരുടെ ലൈഫ് സ്റ്റൈൽ കൂടുതലും ഇപ്പോൾ കാലണ്ടർ ബേസ്ഡ് ആണ്. അപ്പോൾ അവർക്ക് എന്ന ദിവസം എന്ന മീറ്റിംഗ് ഉണ്ട് എന്നൊക്കെ അവരുടെ കാലണ്ടറിൽ നോക്കി മനസ്സിലാക്കാറാണ് പതിവ്. അതുമല്ലാണ്ട് പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മുടെ കോൺടാക്ട് ഫോം ഒരു വൺ വേ ചാനലാണ്. അവർ മെസ്സേജ് അയച്ചു, അവർക്ക് ഉറപ്പില്ല നിങ്ങൾ ഇമെയിൽ കിട്ടിയോ, നിങ്ങൾ ഇമെയിൽ കണ്ടോ, എന്താ എങ്ങനെയൊന്നും മനസ്സിലായില്ല. അതിന് പകരം നിങ്ങളുടെ വെബ്സൈറ്റിനകത്തോട്ട് പോയോ, നിങ്ങളുടെ സർവീസ് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ നേരെ ബുക്ക് കോൾ എന്ന് പറഞ്ഞിട്ട് ആ കാലണ്ടർ ലിങ്കിൽ പോയിട്ട് അവർക്ക് സൗകര്യമുള്ള സമയത്ത് ഒരു കാലണ്ടറിൽ ഒരു മീറ്റിംഗ് ബുക്ക് ചെയ്യും. അപ്പോൾ അവർ ഫുൾ കൺട്രോളിലാണ്. നിങ്ങൾക്കും സൗകര്യത്തിനനുസരിച്ച് മീറ്റിംഗ് വരികയും ചെയ്യും. ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ടൈം സോണിൻ്റെ കുഴപ്പവും നമ്മൾ ഒഴിവാക്കുകയാണ്. ഇപ്പോൾ കോൺടാക്ട് അവർക്കറിയാം ഈ സർവീസ് ഇന്ത്യയിൽ നിന്നാണ് വരുന്നതെന്ന് ഉദാഹരണത്തിന് അറിയാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു ചാറ്റ് ബട്ടണോ അല്ലെങ്കിൽ ഒരു കോൺടാക്ട് ഫോമോ ആണെങ്കിൽ അവരുടെ ടൈം സോണിന് സൂട്ട് ആവുന്നില്ല. അതിന് പകരം ഒരു കാലണ്ടർ ബുക്കിംഗ് സിസ്റ്റം നിങ്ങൾ അവിടെ വെക്കുമ്പോൾ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു നാട്ടിലെ 2 മണി മുതൽ വൈകുന്നേരം ഒരു 10-11 മണി വരെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്ത്യയിലെ കുറച്ച് സമയം കവർ ചെയ്യാം, മിഡിൽ ഈസ്റ്റിലെ കുറച്ച് സമയം കവർ ചെയ്യാം, യൂറോപ്പിലെ കുറച്ച് സമയം കവർ ചെയ്യാം, US കുറച്ച് സമയം കവർ ചെയ്യാം. അപ്പോൾ ഏത് ഭാഗത്തുള്ള ക്ലയൻസ് നിങ്ങളെ ബുക്ക് ചെയ്യാൻ ശ്രമിച്ചാലും അവർക്ക് യൂസ്ഫുൾ ആയ ഒരു ടൈം സ്ലോട്ട് അവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ കാലണ്ടർ ബുക്കിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുപാട് പെയ്ഡ് സിസ്റ്റം ഉണ്ട്, ഫ്രീ സിസ്റ്റം ഉണ്ട്. ഫ്രീ സിസ്റ്റമിൽ പോപ്പുലർ എന്ന് പറയുന്നത് ഒന്ന് cal.com ആണ്. ഇതിപ്പോൾ അടുത്തായി വന്നതാണ്, ഇത് വളരെ പോപ്പുലർ ആണ്. പിന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് കാലൻഡ്ലി ഉണ്ട്, ടൈഡി കാൽ എന്ന് പറയുന്ന വേറൊരു സംഭവം ഉണ്ട്, tidycal.com. ടൈഡി കാൽ എന്ന് പറയുന്ന വേറൊരു കാലണ്ടർ ഉണ്ട്. അതേപോലെ കാലൻഡ്ലി എന്ന് പറയുന്ന ഒരു കാലണ്ടർ സിസ്റ്റം ഉണ്ട്, കാലൻഡ്ലി. ഇതിൽ ചിലത് പെയ്ഡ് ആണ്, ചിലത് പെയ്ഡ് ആണ്. കാലൻഡ്ലി ഇതാണ് കാലൻഡ്ലി എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്നത് ഗൂഗിൾ തരുന്ന ഫ്രീ സിസ്റ്റമാണ്. ഇപ്പോൾ ഗൂഗിളിൻ്റെ തന്നെ ഫ്രീ കാലണ്ടർ സ്കെഡ്യൂളിംഗ് ടൂൾ ഉണ്ട്. ഇപ്പോൾ എൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എവിടെ പോയാലും ഒരൊറ്റ ബട്ടണേ ഉണ്ടാവും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ എൻ്റെ കാലണ്ടറിലോട്ട് എത്തും. ഇത് ഗൂഗിൾ കാലണ്ടർ സിസ്റ്റമാണ്. വേറെ കോൺടാക്ട് ബോക്സോ വാട്സാപ്പോ ഒന്നുമില്ല. മൊത്തം വെബ്സൈറ്റിനകത്ത് ഒരേ ഒരു CTM മാത്രം. അപ്പോൾ കൺഫ്യൂഷൻ കുറവാണ്. ആർക്ക് എന്നെ റീച്ച് ചെയ്യണം അവർ ഡയറക്റ്റായിട്ട് ഈ വഴി റീച്ച് ചെയ്യാണ് പതിവ്. അപ്പോൾ ഗൂഗിൾ കാലണ്ടർ സിസ്റ്റം സെറ്റപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഗൂഗിൾ കാലണ്ടർ ആപ്പിലോട്ട് calendar.google.com പോവുക. അല്ലെങ്കിൽ ഏത് ജിമെയിലോ ഗൂഗിളോ എവിടെ പോയാലും ഇതുപോലൊരു ഗൂഗിൾ ആപ്സിൻ്റെ മെനു അതിനകത്തുണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ കാലണ്ടറിൽ ക്ലിക്ക് ചെയ്താലും മതി. നിങ്ങൾ ഇതുപോലൊരു പേജിലോട്ട് എത്തും. എന്നിട്ട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിന്മേ നിങ്ങൾക്ക് ബുക്കിംഗ് പേജസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് സ്കെഡ്യൂളിംഗ് സിസ്റ്റം ഉണ്ടാക്കാനുള്ള ഒരു മെനു എത്തും. അപ്പോൾ നിങ്ങളുടെ ടൈറ്റിൽ സാധാരണ ഇപ്പോൾ മീറ്റിംഗ് വിത്ത് ആഹ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാറാണ് പതിവ്. ഇപ്പോൾ എൻ്റെ കലണ്ടറിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ കൊടുത്തിട്ടുള്ളത് മീറ്റിംഗ് വിത്ത് ആഹ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് മീറ്റിംഗ് വിത്ത് നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ വിത്ത് നിങ്ങളുടെ പേരോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കൺസൾട്ടേഷൻ വിത്ത് ആഹ നിങ്ങളുടെ പേര് കൊടുക്കുക. എന്നിട്ട് എത്ര ദൈർഘ്യമാണ് നിങ്ങളുടെ മീറ്റിംഗ് എന്നുള്ളത്. ഞാൻ സാധാരണ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ കൊടുക്കാറാണ് പതിവ്. അത് കൂടുതൽ ആവശ്യമില്ല. എന്നിട്ട് നിങ്ങളുടെ അവൈലബിലിറ്റി കൊടുക്കാം. നിങ്ങളുടെ അവൈലബിലിറ്റി കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ 3 കോണ്ടിനെന്റ് കവർ ചെയ്യുന്ന പോലെ കൊടുക്കാം. അപ്പോൾ നാട്ടിലൊക്കെ സമയം പറയുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ഒരു 2 മണി മുതൽ രാത്രി ഒരു 10 മണി വരെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ 3 കോണ്ടിനെന്റ് കവർ ആവുകയും നിങ്ങൾക്ക് US യൂറോപ്പിലെയോ ക്ലയൻസിനെ കിട്ടാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. സോറി,
ഇനി ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാണ് സമയം. പെർഫെക്റ്റ്. അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച, ഞാൻ ശനിയാഴ്ചയും ഞായറാഴ്ചയും കൊടുക്കാറില്ല, ശനിയാഴ്ച ഞായർ അവധിയാണ്. അതിനുശേഷം നിങ്ങൾ ടൈം സോൺ സെലക്ട് ചെയ്യുക. എന്നിട്ട് അടുത്തത് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്കെഡ്യൂളിംഗ് വിൻഡോ ആണ്. സ്കെഡ്യൂളിംഗ് വിൻഡോയിലുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാ ദിവസവും അവൈലബിൾ ആണെങ്കിൽ അവൈലബിൾ നൗ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് വേണ്ടി മാത്രം കൊടുക്കണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഫ്രം ടു ഡേറ്റ് കൊടുക്കാവുന്നതാണ്. സാധാരണ അതിൽ നമ്മൾ അവൈലബിൾ നൗ ആണ് കൊടുക്കുക. അതിനുശേഷം മാക്സിമം ടൈം ഇൻ അഡ്വാൻസ് ദാറ്റ് ആൻ അപ്പോയിൻമെൻറ്റ് ക്യാൻ ബി ബുക്ക്ഡ്. എത്ര കാലം മുമ്പിലോട്ട് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും ആൾക്കാർക്ക്? ഒരു മാസം കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്യാം, 2 മാസം കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്യാം. അപ്പോൾ 60 ദിവസമാണ് കൊടുക്കുന്നത്. ഞാൻ അത്രയും ദിവസം കൊടുക്കാറില്ല, ഞാൻ 30 ദിവസം, അതായത് ഇന്ന് മുതൽ 30 ദിവസം മുമ്പിലോട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാം. അതിനെക്കാട്ടി മുമ്പിലോട്ട് ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അടുത്തെന്ന് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മിനിമം ടൈം ബിഫോർ ദ അപ്പോയിൻമെൻറ്റ് സ്റ്റാർട്ട് ഇറ്റ് ക്യാൻ ബി ബുക്ക്ഡ്. ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് എപ്പോൾ നെക്സ്റ്റ് അവൈലബിൾ സ്ലോട്ടിൻ്റെയും അതായത് അവർ വെബ്സൈറ്റ് സന്ദർശിക്കുകയും അടുത്ത അവൈലബിൾ സ്ലോട്ടിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പാണ് പറയുന്നത്. ഞാനിത് മിനിമം 6 മണിക്കൂറെങ്കിലും വെക്കാറുണ്ട്. കാരണം എന്താണെന്നറിയോ? അതായത് ഒരാൾ അപ്പോയിൻമെൻറ്റ്, അതായത് ഇപ്പോഴത്തെ സമയം മുതൽ അടുത്ത 6 മണിക്കൂറിലോട്ട് ആരും അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യരുത്. കാരണം ചില ദിവസങ്ങളിൽ ഞാൻ പുറത്തായിരിക്കും, ബാങ്കിലോ അല്ല വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പോയിരിക്കും. അപ്പോൾ ആരെങ്കിലും പെട്ടെന്ന് 1 മണിക്കൂറിന് ശേഷം മീറ്റിംഗ് ബുക്ക് ചെയ്താൽ എനിക്ക് എന്തായാലും 1 മണിക്കൂറിൽ വീട്ടിലെത്തിയിട്ട് മീറ്റിംഗ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ 6 മണിക്കൂർ ഗ്യാപ്പെങ്കിലും വെക്കും. അപ്പോൾ ഇത് ഇൻ എഫക്റ്റ് ആർക്കും എന്നെ അതേ ദിവസം സാധാരണ കോൺടാക്ട് ചെയ്യാൻ പറ്റാറില്ല. അടുത്ത ദിവസത്തെ മീറ്റിംഗ് ആണ് ബുക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് സമയമുണ്ട്, നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷനും കിട്ടും. അപ്പോൾ ഞാൻ മിനിമം 6 മണിക്കൂറും 30 ദിവസവും കൊടുത്തു. ഇനി അവൈലബിലിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ എല്ലാ ദിവസവും അവൈലബിൾ ആണെങ്കിൽ ഇതിങ്ങനെ വെക്കാം. ചില ദിവസം നിങ്ങൾ അവധി പോവാണ്, വെക്കേഷന് പോവാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ദിവസം സെലക്ട് ചെയ്തിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നാളത്തെ ദിവസം ഇന്ന് 7 ആണെങ്കിൽ നാളെ 8, 8-ാം തീയതി എല്ലാ സ്ലോട്ടും അവൈലബിൾ ആണ്. ഞാനിപ്പോൾ 8-ാം തീയതി സെലക്ട് ചെയ്തിട്ട് ഞാൻ 2 മണി മുതൽ ഫോർ എക്സാമ്പിൾ 6 മണി വരെ ഇല്ലയെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ലോട്ട്സ് പോയി കിട്ടും. ഇങ്ങനെ നിങ്ങൾ വെക്കേഷന് പോകുമ്പോഴും മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് എപ്പോൾ ലീവ് വേണമെന്ന് തോന്നുമ്പോൾ ഇവിടെ വന്നിട്ട് അവൈലബിലിറ്റി നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ താഴെ അപ്പോയിൻമെൻറ്റ് സെറ്റിങ്സ് ആണ്. ഇതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് ബഫർ ടൈം, അതായത് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് അടുത്ത മീറ്റിങ്ങിൻ്റെ ഇടയിൽ എത്ര ബഫർ ടൈം വെക്കണം. ഞാൻ സാധാരണ ഒരു 30 മിനിറ്റ് ബഫർ ടൈം വെക്കാറുണ്ട്. കാരണം എന്താ അറിയോ? അല്ലെങ്കിൽ 1 മിനിറ്റ് മീറ്റിംഗ് കഴിഞ്ഞ ശേഷം തന്നെ മറ്റൊരു മീറ്റിങ്ങിലോട്ട് പോകേണ്ടി വരും. അത് എപ്പോഴും എഫക്റ്റീവ് അല്ല. കാരണം ചില ദിവസങ്ങളിൽ ആദ്യത്തെ മീറ്റിംഗ് ഉദ്ദേശിച്ച സമയത്തെക്കാട്ടി നീളാറുണ്ട്. ചില ദിവസങ്ങളിൽ ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ബാത്റൂമിലോ മറ്റോ പോകണമെങ്കിൽ സമയം ആവശ്യമാണ്. അതുകൊണ്ട് ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് അടുത്ത മീറ്റിംഗ് ഇടയിൽ ഞാൻ എപ്പോഴും ഒരു 1/2 മണിക്കൂറിൻ്റെ ഗ്യാപ്പ് വെക്കാറുണ്ട്. സോ ബഫർ ടൈം നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ഗസ്റ്റ് ക്യാൻ ഇൻവൈറ്റ് അതേഴ്സ്, ഞാനിത് ചെക്ക് ഓഫ് ചെയ്യാണ്. അതായത് നിങ്ങളുടെ മീറ്റിംഗ് ബുക്ക് ചെയ്യുന്ന വ്യക്തിക്ക് വേറെ ഗസ്റ്റുകളെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ രീതി അനുസരിച്ച് നിങ്ങൾക്ക് ഒന്നെങ്കിൽ വെക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത ശേഷം ഏകദേശം നമ്മളെല്ലാം റെഡിയാണ്. അടുത്ത ചോദ്യം ചോദിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ലോഗോയും മറ്റു കാര്യങ്ങളും എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് മീറ്റിംഗ് നടക്കേണ്ടത്? സാധാരണ ഇതിപ്പോൾ നമ്മൾ അതായത് റിമോട്ട് വർക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് നമ്മൾ വെസ്റ്റിൽ നിന്ന് ക്ലയൻസിനെ എങ്ങനെ എടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും ഇതൊരു ഗൂഗിൾ മീറ്റ് ആവാനാണ് സാധ്യത, അതായത് ഒരു വീഡിയോ കോൺഫറൻസിങ്. അപ്പോൾ ഇവർ പല വീഡിയോ കോൺഫറൻസിൻ്റെ ഓപ്ഷൻസ് തരാറുണ്ട്. പക്ഷേ ഗൂഗിളിൻ്റെ തന്നെ ഗൂഗിൾ മീറ്റ് ഉള്ളത് കൊണ്ടും അത് ഫ്രീ ആയതുകൊണ്ടും നിങ്ങൾ ഗൂഗിൾ മീറ്റ് കോൺഫറൻസിങ് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു കാലണ്ടറിൽ ഇവിടെ ഇങ്ങനെ കൊടുക്കാവുന്ന ഒരു ഇതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ ഒന്നും കൊടുക്കണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഒന്നും വേണമെങ്കിൽ ഒന്നും ഇല്ലാതിരിക്കാം. ഇനി ബുക്കിംഗ് ഫോം, അതായത് ഒരാൾ മീറ്റിംഗ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു ഫോം വരും, നിങ്ങളുടെ പേരെന്താണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഫീൽഡിനെ കുറിച്ചാണ്, അതായത് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഇമെയിൽ അഡ്രസ്സുമാണ് സാധാരണ ചോദിക്കുക. ഞാൻ എപ്പോഴും അതിൻ്റെ കൂടെ ഒരു കസ്റ്റം ഐറ്റം കൂടി ഇടാറുണ്ട്. എന്താണെന്നറിയോ? റീസൺ ഫോർ ദ മീറ്റിംഗ്. ഞാനൊരു റീസൺ ചോദിച്ചിട്ട് ഒരു ഫീൽഡ് ഇടാറുണ്ട്. അത് നിർബന്ധമാക്കാറില്ല. ഈ റിക്വയർഡ് സെലക്ട് ചെയ്ത ആ ഫീൽഡ് ടൈപ്പ് ചെയ്യണമെന്ന് നിർബന്ധമാണ്. ഞാൻ നിർബന്ധമാക്കാറില്ല. കാരണം എന്താ അറിയോ? ഇപ്പം നമുക്ക് കൂടുതൽ ആൾക്കാരും വെസ്റ്റിൽ നിന്നാണെങ്കിൽ കൂടുതൽ ആൾക്കാരും അവർ ആ റീസൺ അവിടെ എഴുതും. അപ്പോൾ നമ്മൾക്ക് മീറ്റിങ്ങിന് പോകുന്നതിന് മുമ്പ് തന്നെ ഇത്തിരി പ്രിപ്പയർഡ് ആയിട്ട് പോകാൻ പറ്റും. ഇവരെന്തിനാണ് നമുക്കിപ്പോൾ 4-5 സർവീസ് ഉണ്ട്. നിങ്ങൾ വെബ്സൈറ്റ് ചെയ്യും, നിങ്ങൾ SEO മാനേജ്മെൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ അക്കൗണ്ട്സ് ചെയ്യും, നിങ്ങൾ എഞ്ചിനീയറിംഗ് ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് സർവീസാണ് അവർ ഉദ്ദേശിക്കുന്നത് ഒരു ധാരണയിൽ നിങ്ങൾക്ക് മീറ്റിങ്ങിലോട്ട് കിടക്കാവുന്നതാണ്. ദാറ്റ്സ് ഇറ്റ്. അത്രയും കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് സേവ് ചെയ്യാം.
ഇപ്പോൾ നിങ്ങളുടെ കാലണ്ടർ റെഡി ആയി കഴിഞ്ഞു. അതാ നിങ്ങളുടെ കാലണ്ടർ ഇവിടെ കൺസൾട്ടേഷൻ വിത്ത് ആഹ എന്ന് പറഞ്ഞിട്ട് ഇവിടെ റെഡിയാണ്. ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ എന്നിട്ട് ഇവിടെ ഓപ്ഷൻസിൽ പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഈ സ്ലോട്ടൊക്കെ അവൈലബിൾ ആയി കാണുന്നത് നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ ആരെങ്കിലും ബുക്ക് ചെയ്താൽ മാത്രമേ അത് ഇവിടെ വരൂ. ഓക്കെ, ഇനി ഈ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ വെബ്സൈറ്റിൽ ഏതെങ്കിലും ബട്ടണിൽ കൊടുത്താൽ അവർ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് ഞാൻ ആ ലിങ്ക് അവർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവർ നിങ്ങളുടെ കാലണ്ടറിൽ പോയിട്ട് എത്തുകയാണ് ചെയ്യുക. ഇനിയിപ്പോൾ അവർക്ക് നിങ്ങൾക്കൊരു വെബ്സൈറ്റിൻ്റെ പേജിലോട്ട് ഇതിങ്ങനെ ഉൾപ്പെടുത്തണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെ ലിങ്ക് ആയിട്ടല്ല, ഒരു ബട്ടൺ, ഞാൻ സാധാരണ ബട്ടൺ ലിങ്ക് ആയിട്ടാണ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ എൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ബട്ടൺ ഉണ്ട്, ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പേജിലോട്ട് എത്തും. അല്ല നിങ്ങൾക്ക് ഈ പേജിൽ കാലണ്ടർ ഇവിടെ തന്നെ കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എംബെഡ് ചെയ്യാവുന്നതാണ്. എംബെഡ് ചെയ്യാനുള്ള കോഡ് ഇവിടെ പോയിട്ട് ഷെയറിംഗ് ഓപ്ഷനിൽ പോയാൽ ഇവിടെ വെബ്സൈറ്റ് എംബെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഡ് നിങ്ങൾക്ക് കിട്ടും. ആ കോഡ് എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ. വെബ്സൈറ്റിനകത്തോട്ട് ഈ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഗൂഗിൾ കാലണ്ടറിൽ സ്കെഡ്യൂളിംഗ് ചെയ്യാമെന്ന് പഠിച്ചു. സോ ഇത് വളരെ യൂസ്ഫുൾ ആയ ടൂളാണ്. ഞാനിപ്പോൾ എൻ്റെ വെബ്സൈറ്റുമേ കോൺടാക്ട് ഫോമോ ചാറ്റ് ബോട്ടോ ഒന്നും വെക്കാറില്ല. കാരണം എന്താ അറിയോ, ഒന്ന് കൺഫ്യൂഷനാണ്. പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് കൺഫ്യൂഷനാണ്, അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്ന്. അപ്പോൾ എൻ്റെ കയ്യിൽ എവിടെ പോയാലും ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് ബുക്ക് എ ഫ്രീ കോൾ എന്നാണ്. ആ കോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കാലണ്ടറിൽ പോകും. കാലണ്ടറിൽ പോയിട്ട് എന്നാണ് അവൈലബിലിറ്റി ആ സ്ലോട്ട് എടുത്തിട്ട് അവർ ബുക്ക് ചെയ്യാണ് പതിവ്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങൾ ഈ കോപ്പി എടുത്ത് നിങ്ങളുടെ വെബ്സൈറ്റിലോട്ട് ട്രൈ ചെയ്യുക. വീഡിയോ മുഴുവനായി കണ്ടതിന് താങ്ക്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും CRM സോഫ്റ്റ്വെയർ ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എൻ്റെ പേര് താഹ, ഞാനൊരു ബിസിനസ് ഓട്ടോമേഷൻ ആൻഡ് സോഫ്റ്റ്വെയർ കൺസൾട്ടൻ്റ് ആണ്. എങ്ങനെയാണ് ഓട്ടോമേഷനും സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി കൂട്ടുക അല്ലെങ്കിൽ എക്സ്പെൻസ് റെഡ്യൂസ് ചെയ്യുക, ഇതൊക്കെയാണ് എൻ്റെ ജോലി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. അൺടിൽ നെക്സ്റ്റ് വീഡിയോ.